നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ST കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന എന്ന പെൺകുട്ടിയുടെ തിരോധാനം. വർഷങ്ങളായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ CBIക്കോ ലഭിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ തിരോധാനത്തിൽ ഒരുപാട് തരത്തിലുള്ള വാർത്തകളും സ്ഥിരീകരിച്ച വാർത്തകളും സ്ഥിരീകരിക്കാത്ത വാർത്തകളും ഒക്കെ തന്നെ വന്നു. ജസ്ന കുടുംബമായി വടക്കേ ഇന്ത്യയിൽ എവിടെയോ കഴിയുന്നു, ഇവരെ മതം മാറ്റി വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയി തുടങ്ങിയ വാർത്തകളൊക്കെ ഇതിനിടയിൽ കേട്ടു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. മംഗളമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം നടത്തുന്ന CBIക്ക് നിർണായക വിവരം ലഭിച്ചതായി സൂചനയുണ്ട് എന്ന റിപ്പോർട്ട്. തുമ്പൊന്നും ലഭിക്കാതെ അന്വേഷണം ഏറെക്കുറെ നിലച്ച കേസിൽ ഇത് CBIക്ക് പുതിയ ഊർജ്ജമായി. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ജസ്നയുടെ അച്ഛൻ ജെയിംസ് ജോസഫ് സമർപ്പിച്ച തെളിവുകൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തെളിവായി സ്വീകരിച്ചിരുന്നു. ചില ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് മുദ്രവെച്ച കവറിൽ ജസ്നയുടെ അച്ഛൻ സമർപ്പിച്ചത്. ഇത് തെളിവായി സ്വീകരിച്ചുകൊണ്ട് ഈ ജസ്ന പോയ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. തീർച്ചയായിട്ടും ഇത് CBIക്ക് പുതിയ ഊർജ്ജം നൽകും. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു? ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ? ജസ്നയെ ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ? CCTV ദൃശ്യങ്ങളിലൊക്കെ തന്നെ ജസ്ന ഒറ്റയ്ക്ക് നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മാത്രമല്ല, ജസ്നയെ ആരെങ്കിലും അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജസ്ന മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. കോടതി ഈ ഒരു വിഷയം ശക്തമായി തന്നെ ചോദിച്ചിരുന്നു. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ? ജസ്ന മരിച്ചതിനോ ജീവിച്ചിരിക്കുന്നതിനോ എന്തെങ്കിലും തെളിവുകളൊക്കെ തന്നെ ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായോ എന്നുള്ള ചോദ്യമാണ് കോടതി ചോദിച്ചത്. ഈ തെളിവുകൾ ജസ്നയുടെ അച്ഛൻ കൊടുത്ത തെളിവുകൾ പരിശോധിച്ചാണ് ഇപ്പോൾ കേസ് ഡയറിയിൽ പുതിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് തീരുമാനിക്കുന്നത്. കേസ് ഡയറിയിൽ രേഖപ്പെടുത്താത്ത ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം നിർണായക വഴിത്തിരിവുണ്ടായത്. തങ്ങൾ പരിശോധിക്കാത്ത എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കിയാൽ തുടരന്വേഷണം നടത്താമെന്നായിരുന്നു CBI നിലപാട്. ഇതേ തുടർന്നാണ് ജസ്നയുടെ അച്ഛൻ തെളിവുകൾ ഹാജരാക്കിയത്. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്ന് കാണാതായ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന റിപ്പോർട്ടാണ് CBI നേരത്തെ കോടതിയിൽ സമർപ്പിച്ചത്. ഇതിനെതിരെയാണ് പിതാവ് ഹർജി നൽകിയത്. ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നും CBI കണ്ടെത്താത്ത കാര്യങ്ങൾ സമാന്തര അന്വേഷണത്തിലൂടെ കണ്ടെത്തി എന്നുമാണ് അച്ഛൻ അവകാശപ്പെടുന്നത്. ജസ്നയുടെ സഹപാഠിയായ സുഹൃത്ത് തെറ്റുകാരനല്ല, മറ്റൊരു സുഹൃത്തിന്റെ പങ്ക് സംബന്ധിച്ച തെളിവ് കോടതിക്ക് കൈമാറി എന്നും ജസ്നയുടെ പിതാവ് പറയുന്നുണ്ട്. എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത്? എന്തായാലും തുടരന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് CBIയും ജസ്നയുടെ പിതാവ്. ജസ്ന ജീവിച്ചിരിപ്പില്ല എന്നുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. ജസ്നയെ ആര് അപായപ്പെടുത്തി? ജസ്നയെ ആര് കൊന്നു? ജസ്ന ജീവിച്ചിരിപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ ജസ്ന ഇങ്ങോട്ട് പോയി? ഒരു പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ചർച്ചയായ മറ്റൊരു കേസ് അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. കുട്ടി പോയതിന്റെ അല്ലെങ്കിൽ നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം തുടക്കത്തിലേ ഉണ്ടായിരുന്നു. മാത്രമല്ല, ജസ്നയുടെ അച്ഛൻ സമാന്തരമായി ഒരു അന്വേഷണം നടത്തിയതിൽ ചില തെളിവുകൾ കിട്ടി. അത് രേഖപ്പെടുത്താതെ ആണ് CBI സംഘം മുന്നോട്ട് പോയത്. അതാണ് കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പുതിയ തെളിവുകളായി സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഈ കുട്ടിയെക്കുറിച്ചുള്ള വിവരം ലഭിക്കും എന്ന് തന്നെയാണ് CBI അന്വേഷണ സംഘവും ജസ്നയുടെ കുടുംബവും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇതിന് ആരെങ്കിലും ഈ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തിയതാണോ, അതോ ജസ്ന സ്വയമേവ ഇറങ്ങിപ്പോയതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തമായ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ഈ കേസ് വീണ്ടും ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം ജസ്ന എവിടെ, ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു? ഒരുപാട് സമൂഹ മാധ്യമ ചാനലുകളും YouTube ചാനലുകളും ഒക്കെ ജസ്ന മരിച്ചു എന്നും കാമുകന്റെ കൂടെ പോയി എന്നും അല്ലെങ്കിൽ മതം മാറി വിദേശത്ത് പോയി എന്നുമുള്ള വാർത്തകളൊക്കെ തന്നെ നേരത്തെ നൽകിയിരുന്നു. അതൊന്നും തന്നെ സത്യമല്ല എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. ജസ്ന എവിടെയാണ് ശരിക്കും? ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത്? ജസ്നയെ ആരപായപ്പെടുത്തി? ജസ്ന മരിച്ചു എന്ന് ജസ്നയുടെ അച്ഛന് എങ്ങനെ മനസ്സിലായി? തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും
കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.